ഇന്ന് നമ്മൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മിനി നോട്ട്ബുക്ക് ആട്ടോ ഉണ്ടാക്കുന്നത്. അതും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ കാണുന്ന പോലെയൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ്. നിങ്ങൾക്ക് പെട്ടെന്നൊക്കെ ഒരു മിനി നോട്ട്ബുക്ക് ഉണ്ടാക്കണം എന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു മിനി നോട്ട്ബുക്കാണ് കേട്ടോ. യെസ്, എന്നിട്ട് ഇതാ ഈ വീഡിയോയിൽ കണ്ടിട്ടുള്ള അതേപോലെ തന്നെ ഒന്ന് മടക്കി വെക്കുക. എന്നിട്ട് ഇതാ നമ്മൾ ഈ ഒരു ടൈപ്പിൽ കട്ട് ചെയ്തെടുക്കുക. അതായത് ഇങ്ങനെ മടക്കി വെക്കാനുള്ള പാകത്തിൽ ഇങ്ങനെ ഓരോ പീസസ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുക കേട്ടോ. എന്നിട്ട് അതുപോലെ രണ്ട് A4 ഷീറ്റ് യൂസ് ചെയ്തിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറച്ചും അധികം പേജസ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ. എന്നിട്ട് നമ്മൾ ഇത് ഒരു ക്ലിപ്പ് എടുത്തിട്ട് ഇതുപോലെ ക്ലിപ്പ് ചെയ്തിട്ട് ഒന്ന് ഗമ്മ് തേച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഗമ്മ് തേച്ചിട്ട് ഒട്ടിച്ചിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ ചെറിയൊരു പീസ് ഓഫ് പേപ്പറും കൂടെ അതിന് മുകളിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കുറച്ച് വൃത്തിയിൽ കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് അത് ഒന്നും കൂടെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബുക്ക് കുറച്ചും കൂടെ കട്ടിയുള്ളതായിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു പേപ്പർ എടുത്തിട്ട് ഇതുപോലെ കുറച്ച് ഗിങ്ങാൻ പാറ്റേൺസ് അതിൽ വരച്ചിട്ട് ഞാൻ അതും കൂടെ ഇതിന് മുകളിൽ കവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നോട്ട്ബുക്ക് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് കുറച്ച് ഡെക്കറേഷൻ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ കുറച്ച് ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സൊക്കെ അതിൻ്റെ മുകളിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു മിനി നോട്ട്ബുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്. അതായത് ഒരു വിത്തിൻ 5 മിനിറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മിനി നോട്ട്ബുക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഈ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പിന്നെ ഈ ഒരു മിനി നോട്ട്ബുക്ക് ഇഷ്ടമായില്ലേ എന്നുള്ളത് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, ബൈ ബൈ.